മാഡം മാഡം എന്തേലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. എന്തേ കിച്ചണിലേക്ക് വന്നത്? നിന്റെ കൂടെ ചേർന്ന് എനിക്ക് ചെയ്യാൻ വേണ്ടി വന്നതാ. ഐ മീൻ ബ്രേക്ക്ഫാസ്റ്റ്. ഓ അതാണോ? ഈ ഹോട്ടലില് എന്തൊക്കെയുണ്ട്? തൊട മേഡം. വാട്ട്? വടയുണ്ട് മാഡം. ഓ ക്യാൻ ഐ ഹാവ് സം? ഷുവർ മാഡം. മാഡം പോയിക്കോളൂ, ഞാനങ്ങോട്ട് എത്തിക്കാം. കുഴപ്പമില്ല, ഇവിടെ നിന്നോളാം. ഇരിക്കും മാഡം, 2 മിനിറ്റ് ശരിയാക്കി തരാം. മാഡം ഇതെന്താ ഇപ്പൊ ഇങ്ങനെ പറ്റിയേ? എനിക്കിങ്ങനെയൊന്നും പറ്റാറില്ല. ഇപ്പൊ എന്താണെന്ന് അറിയില്ല. യു നോട്ടി. നിന്റെ വിരലെന്താ ഇത്രയ്ക്കും ചുമന്നിരിക്കുന്നേ? നിന്റെ വിരൽ നന്നായിട്ട് വീർത്തിട്ടുണ്ടല്ലോ. അല്ലേലും നല്ല വലിപ്പമുള്ളതാ. ഇറ്റ്സ് ഓക്കെ. ഇപ്പൊ ഒരു സുഖമൊക്കെ ഉണ്ട്. ഇറ്റ്സ് ഓക്കെ. വിരലിന് വേദനയുണ്ടെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം. വേണ്ട മാഡം, ഇങ്ങനെ അടുത്ത് തന്നെ ഉണ്ടായാൽ മതി. ശരി, വിരലിന് വേദനയുണ്ടെങ്കിൽ ഇനി എന്താ ചെയ്യാൻ പോകുന്നേ? ശരിക്കും റെസ്റ്റ് എടുക്കൂ. ബൈ. ഓക്കെ മാഡം. എന്ത് കത്തിയാണിത്? എത്ര വലിച്ചിട്ട് മൂർച്ചയാവുന്നില്ലല്ലോ. സാർ സ്റ്റഡി സാർ. നിക്കാം. എന്താ സാർ? നിക്കാന്ന് പറഞ്ഞില്ലേ? സാർ തമാശ പറയുന്നു. എനിക്ക് പറ്റില്ല, പക്ഷെ ഇവന് പറ്റും. സാറിന് എന്താ വേണ്ടെന്ന് പറ. എനിക്കൊരു റൂം വേണം, പിന്നെ ഒരു നല്ല കിടിലൻ റൂം വേണം. എന്താ റമ്മ് വേണമെന്നോ? അതിനെന്തിനാ ഹോട്ടലിലേക്ക് വന്നത്? ഞാൻ ആരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാനൊരു ഫ്ലാഷ് ബാക്ക് പറയാം, അപ്പൊ മനസ്സിലാവും. ഓക്കെ, പറയ് സാറേ. ഓപ്പൺ ചെയ്യുന്നത് എൻ്റെ മേഘന എന്ന് പറയുന്ന ഗേൾ ഫ്രണ്ടിൽ നിന്നാണ്. അതിൽ ഗിരീഷ് എന്ന് പറയുന്ന ഫ്രണ്ട് കൂടിയുണ്ട് കേട്ടോ. അന്നുണ്ടായവരൊന്നും ഇപ്പൊ കൂടെ ഇല്ലല്ലേ സാർ? ഞാൻ ഫ്ലാഷ് ബാക്ക് പറയുന്നതിനിടയിൽ കയറി വരെ കഥ ഉണ്ടാക്കണ്ട കേട്ടോ. ഞാനും എൻ്റെ മേഘനയും ഭയങ്കര പ്രണയത്തിലായിരുന്നു. ഈ നാടും നഗരവും ഒക്കെ ഞങ്ങളുടെ സ്വർഗ സാമ്രാജ്യമായിരുന്നു. അവിടുത്തെ രാജാവും രാജ്ഞിയായിരുന്നു ഞങ്ങള്. അങ്ങനെ പാറി പറന്ന് നടക്കുന്നതിനിടയിലാ അവളുടെ കല്യാണം ഉറപ്പിച്ച് ഞാൻ ആകെ തകർന്നു പോയിടോ. അപ്പോഴാണ് ഇനി ബാക്കിയുള്ളത് ഞാൻ പറയാം സാർ. സ്വന്തം ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്നിട്ട്
എൻ്റെ കല്യാണം ആർഭാടമായിട്ട് നടത്തി തരണമെന്ന് അവൾ പറഞ്ഞിട്ടുണ്ടാവും. അതല്ലേ സാർ? അല്ല മച്ചാനെ, അവള് വേറെ ഏ അതെന്താ ടെസ്റ്റ്? അല്ല, കല്യാണം ഉറപ്പിച്ചതോ വേറെ പോയതോ? എന്റെ ഹൃദയം കൊണ്ട് പോയിട്ട് അവള് വേറെ ഒരുത്തന്റെ കൂടെ കഴിയണത് ഞാൻ ഇതെങ്ങനെ സഹിക്കും? എന്തേ പോയേ? ഇത് തന്നെയാ ഞാൻ അവളോട് ചോദിച്ചേ. അപ്പോൾ അവളെന്ത് പറഞ്ഞു? എന്റെ കൂടെ ജീവിച്ച തെണ്ടി പോകുന്നു മനസ്സിലായപ്പോഴാണ് എന്നെ വിട്ടു വേറെ പോയതെന്നാ പറഞ്ഞേ. അവള് വാങ്ങി തന്നെ ഈ ജീൻസും ഷർട്ടും ഇട്ട് ഞാനിപ്പോ തരാപ്പാരാത്തിട്ട് നടക്കുക. ഞാൻ അതൊക്കെ ഒരു നോവലായിട്ട് എഴുതാൻ പോവാ. അതിനൊരു ക്യാപ്ഷനും കണ്ടുവച്ചിട്ടുണ്ട്. ഫ്രണ്ട്ഷിപ്പാണ് ടൈറ്റാനിക് ഷിപ്പ്. അമ്മാവൻ ഇനി അങ്ങനെയുള്ള ഷിപ്പ് വാങ്ങലാന്ന് പറഞ്ഞു. അമ്മാവന്റെ വീടിന്റെ അപ്പുറത്ത് കെട്ടിട്ടിട്ടുണ്ട് അങ്ങനത്തെ 40 എണ്ണം. അതൊക്കെ പോട്ടെ, എനിക്ക് ഈ ഹോട്ടലിൽ റൂം ഉണ്ടോ ഇല്ലേ അത് പറ. ഇല്ലെങ്കിൽ റൂം എന്തിനാണ് സാർ? അതറിയില്ലേ, എനിക്ക് സൂയിസൈഡ് ചെയ്യാനാ സുഹൃത്തെ. ചത്ത് കളയാനാ? അതിനൊക്കെയുള്ള സൗകര്യം സാറിന്റെ വീട്ടിലുണ്ടാവില്ലേ സാർ? ഹോട്ടൽ എന്തിനാ? വീട്ടിൽ വെച്ച് സൂയിസൈഡ് ചെയ്താലേ എന്റെ ആത്മാവ് അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി നടക്കുന്ന നാട്ടുകാരും വീട്ടുകാരൊക്കെ ഇങ്ങനെ പറയുന്നേ. അതുകൊണ്ടാണ് ഞാൻ ഹോട്ടൽ മതി വെച്ചത്. സാർ, സൂയിസൈഡ് ചെയ്യാനുള്ള സൗകര്യം ഈ ഹോട്ടലിലില്ല. അതിനെന്താ അവിടെ പോയാൽ മതി. അവിടെ എല്ലാ സൗകര്യം ഉണ്ട്. ഇവിടെ ചാവാൻ ഹോട്ടലുണ്ടോ? എവിടെ? പക്ഷെ എനിക്ക് അവിടെ ഒന്നും പോകണ്ടേ, എനിക്ക് ഇവിടെ മതി. എന്ത് രസം! ഇത്രയും വലിയ ഹോട്ടൽ വെച്ചിട്ടാ അതൊന്നും എനിക്ക് അഭിമാനിക്കാലോ. എനിക്ക് ഇവിടെ മതി സാർ, പ്ലീസ് പ്ലീസ്, എനിക്ക് ഇവിടെ മതി സാർ, പ്ലീസ്. എനിക്ക് റൂം താ സാറേ, എന്റെ പൊന്ന് സാറേ, എനിക്ക് റൂം താ. ഞാൻ ഒരു പാവല്ലേ സാർ, പ്ലീസ് എനിക്ക് റൂം താ സാർ, പ്ലീസ്. ഞാൻ ഇവിടെ ഒന്ന് സ്വസ്ഥമായിട്ടൊന്ന് ചത്തോട്ടെ സാർ, പ്ലീസ് പ്ലീസ് സാർ, എനിക്ക് ആരോ ചതിച്ച് കുളിപ്പിച്ച് വിട്ടതാ പാവം. ഒന്നിനെ വിശ്വസിക്കാൻ പറ്റില്ല. വാ ഇരിക്കേ. അമ്മേ, അയാൾ പറഞ്ഞത് ശരിയാ. കൂടെ നിൽക്കുന്നവനെ വിശ്വസിക്കാൻ പറ്റാത്തത്. ഇനി യുവമാരാരെങ്കിലും എനിക്കിട്ട് പണിയോ? അങ്ങനെ പണിയാൻ വന്നാ യുവമാർക്കിട്ട് പണിയാനായിട്ടുള്ളൊരു പണി ഞാനായിട്ട് കണ്ടുപിടിക്കണം. എന്ത് ചെയ്യും? ഇനി അവളെ വളർത്താൻ യുവമാരെന്തെങ്കിലും എൻ്റെ അടുത്ത് സഹായം ചോദിക്കോ? ആ പോ. എന്താടാ കരിയിട്ട്? പബ്ജി കളിച്ചോണ്ടിരിക്കടാ, വേറെ എന്ത് ചെയ്യാൻ? പബ്ജി നീ വിട്ടില്ലടാ. കൊച്ചു കുട്ടികളെ പോലെ എപ്പോൾ നോക്കിയാലും വെറുതെ. എനിക്ക് വേറെ പണി എന്തിനാ? ഞാൻ എന്ത് ചെയ്യാനാ എന്റെ പൊന്നളിയ? ചിലരുടെ സമയം കണ്ടില്ലേ? ലവ് ഓക്കേ. അത് ശരി. അപ്പൊ ഞാൻ വിചാരിച്ച പോലെ തന്നെയാണ് കാര്യങ്ങൾ. ഇത് ഞാൻ ശരിയാക്കി തരാം. അവൻ നമുക്കിട്ട് പണിതാണെന്ന് മനസ്സിലായില്ലേ? കൂടെ നിന്നിട്ട് ചുളിവിൽ ഒപ്പിക്കാവൻ അല്ലടാ? അതങ്ങ് കിട്ടേ കളിയാ. അതങ്ങനെ വിട്ട പറ്റൂലടാ. ഏയ് നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ? അതൊന്നും ശരിയാവടാ. എന്താണെന്ന് പറയടാ. കൂടെ നിന്നിട്ട് അവൻ എന്തൊക്കെയാ ചെയ്തു കൂട്ടണെന്ന് അറിയോ നിനക്ക്? നിന്നെ കുറിച്ച് എന്തൊക്കെയാ പറയണേന്നറിയോ? കേട്ടാൽ ഇറക്കണ വാക്കുകളാ. കാര്യം എന്താന്ന് വെച്ചാ പറ ബാലു. ചങ്കാണെന്നും പറഞ്ഞ് ചേർത്ത് പിടിച്ചിട്ട് ചങ്ക് പറിച്ചിട്ട് അമ്മാനം ആടിക്കൊണ്ടിരിക്കുക വൃത്തികെട്ടവൻ. അവനൊക്കെ ഉണ്ടല്ലോ. എന്റെ ബാലു, നീ മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാതെ കാര്യം പറ ബാലു. എന്ത് വന്നാലും ഒരുമിച്ച് നിൽക്കുമെന്ന് പറഞ്ഞിട്ട് അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണ്ടേ? ഒന്നും ചെയ്യണ്ടാ. നീ ഇങ്ങനെ സുഖമായിട്ട് ഇവിടെ പബ്ജി കളിച്ചോണ്ടിരുന്നോ? നിന്റെ ജീവിതം മൊത്തം ഇങ്ങനെ പബ്ജി കളിച്ച് തീരട്ടെ. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറയടാ. എടാ, അവൻ നിന്നെ കുറിച്ച് ഇല്ലാത്ത കഥകളൊക്കെ പറഞ്ഞ് നടക്കടപ്പെട്ട. ഇതൊരു കഷ്ടം. നീ ഒരു ഉപകാരം ചെയ്, എന്നെ അങ്ങോട്ട് കൊല്ല്. നിനക്ക് സമാധാനവട്ടെ, അപ്പൊ ഒരു തീരുമാനാവും. നീ ഒരു പഞ്ചഭാവായി പോയില്ലടാ. ഞാനെങ്ങാനായിരുന്നെങ്കിൽ ആ നാറിനെ ചവിട്ടിക്കൂട്ടിയനാടാ. സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നീ എങ്ങനെയുണ്ടെന്ന് അറിയാം നിനക്ക്? ഹോളിവുഡിലൊക്കെ കുറേ നമ്മൾ കണ്ടിട്ടില്ലേ?
മൂവിയിലെ ആക്ഷൻ ഹീറോ അർണോൾഡിനെ പോലെ തന്നെ ഉണ്ടറാ. ഫ്രണ്ടിൽ നോക്കുമ്പോ എങ്ങനെയുണ്ടെന്ന് അറിയോ നിനക്ക്? ബാബുരാജിനെ പോലെ തന്നെ ഉണ്ടറാ. ഭാനു നീ കാര്യം പറ. സത്യടാ. ഇപ്പൊ നിന്നെ കണ്ടാലുണ്ടല്ലോ ശരിക്കും ഹിറ്റ്ലർ വന്ന പോലെ ഉണ്ടറാ. ഓ എന്തൊരു ഗംഭീര്യം. മതി മതി. ബാബുരാജെ നീ അങ്ങനെ സ്റ്റാച്ചു പോലെ നിൽക്കല്ലേ, ഇറങ്ങി പറയണേ. അതെ, നമ്മളിങ്ങനെ അടങ്ങിയിരുന്നിട്ട് കാര്യമില്ല. എന്താ ചെയ്യണ്ടേ പറയടാ. നമ്മളെ ചതിച്ചവനിട്ട് നമുക്കൊരു പണി കൊടുക്കണം. ഓക്കെ ഓക്കെ അല്ലേ? കൊടുക്കുമ്പോ മെനക്ക് കൊടുക്കാൻ വേണം. വേണ്ടേ? ഓക്കെ എങ്കി വാ. ഇപ്പൊ തന്നെ വേണോടാ? ഇപ്പൊ തന്നെ വേണോടാ. എന്താ വേണ്ടത് ഞാൻ പറയാം. വാ. ഇന്ന് അവനെ ഞാൻ ശരിയാക്കും. ഇതെല്ലാം കൊണ്ട് എവിടേക്കാ നീ? മേഡത്തിന് ഫുഡ് കൊടുക്കാൻ പോകുന്നു. എന്താ ഇത്? സാമ്പാർ റൈസ്. അതാണോ? ഇതാണ് മേഡത്തിന് കൂടുതൽ ഇഷ്ടം. സ്പെഷ്യൽ അല്ലേ? സാമ്പാറിന്റെ മണം നന്നായിട്ട് അടിച്ചു കയറണ്ടാ. പിന്നെ അല്ലാതെ ഞാൻ ആദ്യമായിട്ട് ഇത്ര നല്ല സാമ്പാർ ഉണ്ടാക്കുന്നത്. ഈ സാമ്പാർ കൂട്ടിയ ചിലപ്പോ ആ മേഡം നിന്നെ പിടിച്ചൊരു 9 രൂട്ടാ. ഒന്ന് പോടാ. ശരി ശരി. മേഡം. ഓ നീയോ? അകത്തേക്ക് വാ. മേഡം എന്റെ ഡിഷ് എങ്ങനെയാണെന്ന് നോക്ക്. നീ ഉണ്ടാക്കിയോ? അതെ, എന്റെ ഡിഷ് മേഡം. ഓ എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാ? നീയും എനിക്ക് സ്പെഷ്യൽ തന്നെയാ. വരും മേഡം. നിനക്ക് സ്പെഷ്യലായിട്ട് ഞാൻ തന്നെ നിനക്ക് തരാം. ഓ ഇതെല്ലാം എന്റെ ഭാഗ്യമാണ് മേഡം.